ഹലോ എവ്രി വൺ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നെയിംസ് ആൻഡ് നെയിംസ് ആണ്. വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. അതായത് നമ്മളൊരു പുതിയ കൺട്രിയിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് മാറുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് മാറും. എങ്ങനെയൊക്കെയാണ് മാറുന്നത്? വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്. അപ്പോൾ നിങ്ങൾ ഒരു രാജ്യത്തോട് തന്നെ മാറണം എന്നില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പുതിയ സ്ഥലത്തേക്കൊക്കെ വീട് മാറിപ്പോയിട്ടൊക്കെ ഇല്ലേ, ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു മൂവ് ടു എ ന്യൂ കൺട്രി. അപ്പോൾ ഇത് ആരുടെ കഥയാണ്? ഇതൊരു പെൺകുട്ടിയുടെ കഥയാണ്. അവൾ ഒരു പുതിയ രാജ്യത്തേക്ക് മൂവ് ചെയ്തു. അതായത് അവളൊരു പുതിയ രാജ്യത്തേക്ക് മാറി താമസിക്കാനായിട്ട് തുടങ്ങി. ദ പ്ലേസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വെയർ ഷീ യൂസ് ടു ലീവ് ബിഫോർ. അപ്പോൾ അവൾ മുന്നേ താമസിച്ചിരുന്ന സ്ഥലവുമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഈ പുതിയ സ്ഥലത്തിന്. അപ്പോൾ നെയിംസ് ആൻഡ് നെയിംസ്. നെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരുകൾ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിങ്ങളുടെ പേര്? അപ്പോൾ നെയിംസ് ആൻഡ് നെയിംസ്, പേരുകളും പേരുകളും. കുഞ്ഞി ചിരുത സ്റ്റുഡ് അറ്റ് ദി ഗേറ്റ് ഗേസിങ് അറ്റ് ദി സ്ട്രീറ്റ്. അപ്പോൾ കുഞ്ഞി ചിരുത ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ആ സ്ട്രീറ്റ് എല്ലാം നോക്കിക്കൊണ്ട്, ആ തെരുവെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് കുഞ്ഞി ചിരുത ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഷീ ലവ് ടു ലുക്ക് അറ്റ് ദ പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അപ്പോൾ അവൾക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ഈ വാഹനങ്ങളെയും അതുപോലെ തന്നെ നടന്നു പോകുന്നവരെയും എല്ലാം നോക്കി നിൽക്കാൻ. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ. അപ്പോൾ വിൻ്ററിൻ്റെ അവസാനമായിരുന്നു അത്. ദ എയർ വാസ് വാർമിംഗ് അപ്പ്. അപ്പോൾ അവിടെ തണുപ്പ് കാലമാണെങ്കിലും ഒരു ചെറിയൊരു ചൂടെല്ലാം കാറ്റിലും ഉണ്ടായിരുന്നു. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡർ. അപ്പോൾ ഇടയ്ക്ക് തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ഇറ്റ് ഹാസ് ബീൻ എ കോൾഡ് വിൻഡർ ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ ന്യൂ ജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ ഉള്ളത്. അവിടെ ഒരു തണുത്ത സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിൻഡർ ഇൻ ന്യൂ ജേഴ്സി. ന്യൂ ജേഴ്സിയിൽ വളരെ തണുത്ത ഒരു വിൻ്ററാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇറ്റ് വാസ് ഓൺലി 5. അപ്പോൾ 5 ആയിട്ടേ ഉള്ളൂ. ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ. പക്ഷേ 5 ആയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിലും രാത്രി വന്ന പോലെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രാത്രി ആയ പോലെയായിരുന്നു. പക്ഷേ സന്ധ്യ 5 മണി ആയിട്ടേ ഉള്ളൂ. The varying lengths of day and night across seasons had puzzled Kunjicirida. When she arrived in July, the sun set at 8:30. The day was more than 15 hours long. Now the sun set a little before 5 and the day lasted only a little less than 10 hours. അപ്പോൾ ഓരോ സീസൺസ് മാറുന്നതനുസരിച്ചും രാത്രിയുടെയും പകലിൻ്റെയും നീളം കുറയുന്നതും കൂടുന്നതും എല്ലാം കുഞ്ഞിച്ചിരുതയ്ക്ക് അതിശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതായത് അവൾ ജൂലൈയിലാണ് എങ്ങോട്ടേക്ക് വന്നത്? ഈ പുതിയ രാജ്യത്തേക്ക് വന്നത്. ആ സമയത്ത് സൺ സെറ്റ് ചെയ്യുന്നത് 8:30 അതായത് രാത്രി 8:30 ആയാലേ സൂര്യൻ അസ്തമിക്കുകയുള്ളൂ. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. അപ്പോൾ ഒരു ദിവസം പകലെന്ന് പറയുന്നത് 15 മണിക്കൂറിലും കൂടുതലായിരുന്നു. ദ സൺ സെറ്റ് എ ലിറ്റിൽ ബിഫോർ 5. പക്ഷേ ഇപ്പോഴാണെങ്കിലോ 5 മണിക്ക് മുന്നേ തന്നെ, 5 മണിയാകുമ്പോൾ തന്നെ സൂര്യൻ അസ്തമിക്കും. ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഒൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. അപ്പോൾ ഇപ്പോൾ പകലെന്ന് പറയുന്നത്, വിൻ്റർ ആയപ്പോൾ പകലെന്ന് പറയുന്നത് 10 മണിക്കൂറിലും കുറവാണ്. അപ്പോൾ അടുത്ത് നോക്കിയേ, കുഞ്ഞി ചിരുത. കുഞ്ഞി ചിരുത വാസ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇങ്ങനെ വിളിക്കുകയാണ് ആരോ. കുഞ്ഞി ചിരുതയുടെ പേര് നല്ല കറക്റ്റ് അല്ലാതെ ഒരു പ്രൊണൗൺസ് ചെയ്യുകയാണ് ആരോ. കുഞ്ഞി ചിരുത എന്ന പേര് പറയാൻ പറ്റാത്ത പോലെ പറയുകയാണ്. അത് ആരാണ്? ദാറ്റ് വാസ് കേറ്റ്, ഹർ ക്ലാസ്മേറ്റ്. അവളുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള കേറ്റ് ആയിരുന്നു അത്. ഷീ ലിവ്ഡ് ജസ്റ്റ് അക്രോസ് ദ സ്ട്രീറ്റ്. അപ്പോൾ അവളും ആ സ്ട്രീറ്റിൽ ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ഓ നോട്ട് അഗെയിൻ, കുഞ്ഞി ചിരുത സെഡ് ടു ഹെർസെൽഫ് അണ്ടർ ഹെർ ബ്രെത്ത്. വെൻ വിൽ ഷീ ലേൺ ടു പ്രൊനൗൺസ് മൈ നെയിം റൈറ്റ്. അപ്പോൾ അവളിങ്ങനെ പറയാണ്, ഓ വീണ്ടും ഇത് തന്നെയാണല്ലോ അവൾ പറയുന്നതെന്ന്. അതായത് എന്നാണ് ഇനി അവൾ എൻ്റെ പേര് കുഞ്ഞി ചിരുത എന്ന് പറയാൻ പഠിക്കുക എന്ന് ആലോചിക്കുകയാണ് നമ്മുടെ കുഞ്ഞി ചിരുത. That was her 6th month at school. Back in Kerala, she had only learned some English rhymes at play school. അപ്പോൾ 6 മാസമായി കുഞ്ഞി ചിരുത ഇവിടെ വന്നിട്ട്. കേരളത്തിലാണ് അവൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലാണെങ്കിലോ അവൾ കുറച്ച് ഇംഗ്ലീഷ് റൈംസ് മാത്രമേ പഠിച്ചുള്ളൂ. റൈംസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ റൈംസ് മാത്രമാണ് അവൾ പ്ലേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് തന്നെ കുഞ്ഞി ചിരുത ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അവളുടെ ക്ലാസ്മേറ്റ്സും അവരുടെ കൂട്ടുകാരും അതുപോലെ തന്നെ അവളുടെ ടീച്ചേഴ്സും എല്ലാം അവളെ വളരെയധികം സഹായിച്ചിരുന്നു ഇംഗ്ലീഷ് നന്നായിട്ട് പറയാനും സംസാരിക്കാനും അതുപോലെ തന്നെ എഴുതാനും വായിക്കാനും ഒക്കെ ആയിട്ട്. ഷി ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ദ സ്കൂൾ. അപ്പോൾ അവൾക്ക് സ്കൂളിൽ അവൾ ഒരു സ്ട്രേഞ്ചറാണ്, അവൾ വേറെ ഒരു സ്ഥലത്ത് നിന്ന് വന്ന് ഇങ്ങനെ താമസിക്കുന്ന ഒരാളാണ്, അവരെല്ലാവരിൽ നിന്നും വ്യത്യസ്തയാണ് എന്നൊന്നും അവൾക്ക് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാ? മിസ് ഹോക്കിൻസ് ഹു തോട്ട് മാത്തമാറ്റിക്സ് വെൻറ്റ് ഔട്ട് ഓഫ് ദ വേ ടു മേക്ക് ഹർ കംഫർട്ടബിൾ. അപ്പോൾ മിസ് ഹോക്കിൻസ്, അതായത് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അവളുടെ ടീച്ചർ, എന്താണ് അവളുടെ
അവളുടെ യൂഷ്വൽ രീതിയിൽ നിന്നൊക്കെ മാറി അവളെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കംഫർട്ടബിൾ ആക്കാനായിട്ട്, അവളെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് നേരെ ആക്കാനായിട്ട് എല്ലാവരുടെ കൂടെ ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു. അപ്പം നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ, നിങ്ങൾ കുറച്ചൊന്ന് വിഷമിച്ചും സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കെയർ ഒക്കെ ചെയ്യാറുണ്ടല്ലേ. ദ ഓൺലി തിങ് ദാറ്റ് അപ്സെറ്റ് ഹർ വാസ് ദ വേ ഹർ ക്ലാസ്മേറ്റ്സ് പ്രൊനൗൺസ് ഹർ നെയിം. അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമേ കുഞ്ഞിശ്രുതിക്ക് വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണ്? അവളുടെ പേര് എല്ലാവരും ശരിയായിട്ടല്ല പ്രൊനൗൺസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഈവൻ മിസ് ഹോക്കിങ്സ് ഫോണ്ട് ഹർ നെയിം ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്. അപ്പോൾ അവളുടെ ഈ ടീച്ചർ ഉണ്ടല്ലോ, അവളെ ഒരുപാട് കെയറൊക്കെ ചെയ്തിരുന്ന ആ ടീച്ചറിന് പോലും അവളുടെ പേര് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഷി ഡിഡ് ട്രൈ ഥോ, പക്ഷെ അവരെപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്യായിരുന്നു അവളുടെ പേര് പറയാനായിട്ട്. ഷി മാനേജ് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട് റൈറ്റ്. അപ്പോൾ അവസാനം കുഞ്ഞി ചിരുത എന്നുള്ളതിൻ്റെ ചിരുത എന്ന ഭാഗമെങ്കിലും ടീച്ചറിന് നന്നായിട്ട് പറയാൻ പറ്റി. ബട്ട് ഷീ സ്റ്റിൽ ഫോണ്ട് ദ ഫസ്റ്റ് പാർട്ട് എ ടങ് ട്വിസ്റ്റർ. പക്ഷെ ടീച്ചറിന് അപ്പോഴും കുഞ്ഞി എന്നുള്ള പറയുന്നത് കുറച്ച് പാടായിട്ട് തോന്നി. അപ്പം നേരത്തെ കുഞ്ഞി ചിരുത എന്ന് വിളിച്ച ഒരാളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതാരായിരുന്നു? കീറ്റ് ആയിരുന്നു. അപ്പോൾ ഇവൾ തിരിച്ച് മറുപടി പറയുകയാണ്, ഹായ് കീറ്റ്. കുഞ്ഞി ചിരുത വീവ്ഡ് ബാക്ക്. അപ്പോൾ കുഞ്ഞി ചിരുതയും തിരിച്ച് ഹായ് കീറ്റ് എന്ന് പറഞ്ഞ് കൈ കാണിക്കുകയാണ്. കീറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹർ ആൻഡ്. അപ്പോൾ കേറ്റ് എന്ത് ചെയ്യായിരുന്നു? അവളുടെ ആൻറ്റിയുടെ ഒപ്പം ഷോപ്പിങ്ങിന് പോവായിരുന്നു. There were 24 children in grade 1. അപ്പോൾ 1ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? 24 കുട്ടികളുണ്ടായിരുന്നു. കുഞ്ഞി ചിരുത വാസ് നോട്ട് ദ ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ്റ് ഇൻ ഹർ ക്ലാസ്. കുഞ്ഞി ചിരുത അല്ലായിരുന്നു. കുഞ്ഞി ചിരുത മാത്രമല്ല അമേരിക്കയിൽ നിന്നല്ലാത്ത ഒരു കുട്ടിയുള്ളത്. വേറെയും കുട്ടികളുണ്ടായിരുന്നു നോൺ അമേരിക്കൻസ് ആയിട്ട്. അതാരാണ്? ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ് ടു ഇമിഗ്രൻറ്റ് ഫാമിലീസ്. അപ്പോൾ പകുതി കുട്ടികളും ഇമിഗ്രൻറ്റ് ഫാമിലീസ് നിന്നായിരുന്നു. ഇമിഗ്രൻറ്റ് ഫാമിലീസ് എന്ന് പറയുന്നത് എന്താണ്? വേറൊരു രാജ്യത്ത് നിന്ന് വന്നിട്ട് പുതിയൊരു രാജ്യത്ത് താമസിക്കുക. അതുതന്നെയാണ് ഇമിഗ്രൻറ്റ് ഫാമിലീസ് എന്ന് പറയുക. There were സ്റ്റുഡൻസ് ഫ്രം കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്റ്റ് ആൻഡ് ചൈന. അപ്പോൾ എവിടെ നിന്നെല്ലാം കുട്ടികളുണ്ടായിരുന്നു? മെക്സിക്കോയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും കാനഡയിൽ നിന്നും UAE നിന്നും ഈജിപ്തിൽ നിന്നും ചൈനയിൽ നിന്നെല്ലാം കുട്ടികളുണ്ടായിരുന്നു. കുഞ്ഞി ചിരുത വാസ് ദ ഒൺലി ഇന്ത്യൻ. പക്ഷേ കുഞ്ഞി ചിരുതയായിരുന്നു ഒൺലി ഇന്ത്യൻ. കുഞ്ഞി ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദി സ്ട്രീറ്റ്സ്. പക്ഷേ കുഞ്ഞി ചിരുതയ്ക്ക് അവൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ഇന്ത്യൻസിനെ അവൾ കാണാറുണ്ടായിരുന്നു. ഷീ ഹാഡ് എ പ്ലെസൻറ്റ് സർപ്രൈസ് വെൻ ഷീ മെറ്റ് പ്രകാശ്. അപ്പോൾ അവൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവൾ പ്രകാശിനെ കണ്ടപ്പോൾ. പ്രകാശ് റാൻ എ കോൺഫെക്ഷണറി നിയർ ഹർ സ്കൂൾ. അപ്പോൾ പ്രകാശ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രകാശ് എന്ന് പറയുന്നത് അവളുടെ സ്ട്രീറ്റിൽ ഉള്ള ഒരാളാണ്. അപ്പോൾ അവളുടെ സ്കൂളിൻ്റെ അടുത്ത് പ്രകാശ് കൺഫെക്ഷണറി നടത്തുകയാണ്. കൺഫെക്ഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്വീറ്റ്സ് ഒക്കെ ഇല്ലേ, മിഠായികളൊക്കെ ഉള്ള ഒരു കടയാണ്. അത് നടത്തുകയാണ്. കുഞ്ഞി ചിരുത തോട്ട് ഹി ലുക്ക് റിമാർക്കബ്ലി ലൈക്ക് ഹർ അങ്കിൾ. അപ്പോൾ കുഞ്ഞി ചിരുതയ്ക്ക് തോന്നി അത് അവളുടെ അങ്കിളിനെ പോലെയാണ്. പ്രകാശ് അവളുടെ അങ്കിൾ ഹരീഷിനെ പോലെയാണ് കാണാൻ എന്ന് തോന്നി. ഒൺലി പ്രകാശ് ലുക്ക് എ ലിറ്റിൽ ലോഡ് ഓർഡർ. പക്ഷേ പ്രകാശ് ഹരീഷിനേക്കാൾ കുറച്ചുകൂടി ഓൾഡർ ആയിട്ടാണ് ഉള്ളത് എന്നൊക്കെ തോന്നി. അപ്പോൾ അവളുടെ അങ്കിളായിട്ടുള്ള ഹരീഷിനെ പോലെയാണ് പ്രകാശ് കാണാൻ എന്ന് അവൾക്ക് തോന്നിയിരുന്നു. പക്ഷേ പ്രകാശ് ഹരീഷിനേക്കാൾ കുറച്ചുകൂടി പ്രായമുള്ളത് പോലെയാണ് അവൾക്ക് തോന്നിയത്. ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തശ്ശൻ. പക്ഷേ അവൾക്ക് തോന്നിയത് എന്താണ്? മുത്തശ്ശൻ്റെ അത്രയും പ്രായം പ്രകാശിനുണ്ട് എന്നാണ് തോന്നിയത്. He had gazed curiously at her the first time she bought some candy from the store. അപ്പോൾ അവൾ ആദ്യമായിട്ട് കുറച്ച് മിഠായികളൊക്കെ ഇങ്ങനെ വാങ്ങിയപ്പോൾ പ്രകാശ് ഭയങ്കര അതിശയത്തോടെയാണ് അവളെ നോക്കിക്കണ്ടത്. All her classmates called him Mr. Prakash. കുഞ്ഞി ചിരുത thought it rude. അതായത് അവളുടെ ക്ലാസ്മേറ്റ് എല്ലാം അയാളെ വിളിച്ചിരുന്നത് മിസ്റ്റർ പ്രകാശ് എന്നായിരുന്നു. അപ്പോൾ കുഞ്ഞി ചിരുതയ്ക്ക് തോന്നി അത് കുറച്ച് റൂഡല്ലേ. റൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ശരിയല്ലല്ലോ, അത് കുറച്ച് ഒരു ദേഷ്യമുള്ള പോലെ അല്ലേ എന്ന് തോന്നി. ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ നമ്മൾ മുതിർന്നവരെ പേരൊന്നും വിളിക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ അങ്കിൾ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് മാമനെന്നോ ചേട്ടനെന്നോ ഒക്കെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ പറയുകയാണ്, കേരളത്തിലാണെങ്കിൽ പ്രകാശ് നിന്ന് വിളിക്കില്ല, അപ്പം നമ്മൾ പ്രകാശ് അങ്കിളിൽ നിന്നൊക്കെ ആയിരിക്കും വിളിക്കുക. ദ നെക്സ്റ്റ് ടൈം ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ പ്രകാശ് പാറ്റേർഡ് ഹെർ അഫെക്ഷനേറ്റ്ലി ഓൺ ഹെർ ഹെഡ്. അപ്പോൾ അടുത്ത തവണ അവൾ കടയിലേക്ക് പോയപ്പോൾ പ്രകാശ് അവളുടെ തലയിൽ ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ തൊട്ടു. വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ? അപ്പോൾ പ്രകാശ് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് എല്ലാവരും നിന്നെ വിളിക്കുന്നത്? അപ്പോൾ എൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. കുഞ്ഞി ചിരുത. പ്രകാശ് ഐസ് വൈഡൻഡ്. കുഞ്ഞി ചിരുത. അപ്പോൾ അവളിങ്ങനെ പേര് പറഞ്ഞു, കുഞ്ഞി ചിരുത എന്ന്.
എന്ന്. അപ്പോൾ തന്നെ പ്രകാശിന് ആ പേര് കേട്ടപ്പോൾ എന്താണ് പ്രകാശിൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ വിടരുകയാണ്. കുഞ്ഞു ചിരുത വാസ് ഡിലൈറ്റഡ്. അപ്പോൾ കുഞ്ഞു ചിരുതയ്ക്കും ഇത് കണ്ട് സന്തോഷമായി. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹർ ഫാമിലി ടു പ്രൊനൗൺസ് ഹർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ ന്യൂ ജേഴ്സിയിൽ അവൾ ഇപ്പോൾ നിൽക്കുന്ന ആ സ്ഥലത്ത് എന്താണ് ആദ്യമായിട്ട് അവളുടെ വീട്ടുകാരൊഴിച്ച് അവളുടെ പേര് നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്ത ഒരാൾ ആരാണ്? പ്രകാശ് അങ്കിൾ ആണ്. ഷീ നോട്ട് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. അപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തോടെ അവളുടെ തലയ്ക്ക് ഇങ്ങനെ കുലുക്കുകയാണ്. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. അപ്പോൾ പ്രകാശ് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവളുടെ കുഞ്ഞിച്ചിരുത എന്ന പേര് കേട്ട് മലയാളത്തിലേക്ക് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? ഹി വണ്ടേർഡ് അലൗഡ്. അപ്പോൾ അയാൾ ഇങ്ങനെ അതിശയത്തോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് കുഞ്ഞിച്ചിരുത എന്ന പേരെല്ലാം ഇപ്പോഴും ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇടാറുണ്ടോ എന്ന്. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുദാസ് നെയിം. അപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ ഈ പേര് കേട്ടിങ്ങനെ അതിശയിക്കുന്ന ആദ്യത്തെ ആളൊന്നുമല്ല പ്രകാശ്. ഷീ ഹാഡ് ഫേസ്ഡ് ദ ക്വസ്റ്റ്യൻ സെവറൽ ടൈംസ് ആഫ്റ്റർ ഷീ ബിക്കെയിം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ അവൾ വളർന്നതിന് ശേഷം ഒത്തിരി തവണ ഒരുപാട് പേര് ഈ പേര് കേട്ട്, കുഞ്ഞിച്ചിരുത എന്ന പേര് കേട്ട് അതിശയത്തോടെ നോക്കിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഷീ ന്യൂ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹർ നെയിം. അപ്പോൾ അവൾക്കറിയാം അവൾക്ക് എങ്ങനെയാണ് ഈ പേര് കിട്ടിയത്. സോ ഷീ ടോൾഡ് ഹിം അബൌട്ട് ഹർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹു ബിക്കം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. അപ്പോൾ അവൾ എന്തിനെ പറ്റി പറയാനായിട്ട് തുടങ്ങി, എങ്ങനെയാണ് അവൾക്ക് ഈ പേര് കിട്ടിയതെന്ന് പറയാൻ തുടങ്ങി. എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, അവളുടെ മുത്തശ്ശിയുടെ അമ്മ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ സ്കൂളിൽ ടീച്ചറായിരുന്നു. എത്രാമത്തെ വയസ്സിലാണ് അവൾ ടീച്ചറായത്? 18ാമത്തെ വയസ്സിൽ. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫെയ്ഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അപ്പോൾ അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ ഒരു ഫീഡിങ് ഫോട്ടോഗ്രാഫ്, ഒരു ക്ലിയർ അല്ലാത്ത ഒരു ഫോട്ടോ മാത്രമേ കുഞ്ഞിച്ചിരുത ഇതുവരെ കണ്ടിട്ടുള്ളൂ. കുഞ്ഞിച്ചിരുത ലേറ്റർ ലേൺഡ് ഫ്രം അമ്മ ദാറ്റ് പ്രകാശ് ബിലോങ് ടു എ വില്ലേജ് നോട്ട് ഫാർ ഫ്രം ഹർ ടൗൺ. പിന്നീട് കുഞ്ഞിച്ചിരുത കുഞ്ഞിച്ചിരുത അമ്മയിൽ നിന്ന് അവൾ അറിഞ്ഞു, പ്രകാശ് അങ്കിളില്ലേ അവരുടെ സ്വീറ്റ് ഷോപ്പ് നടത്തുന്ന, മിഠായി കട നടത്തുന്ന പ്രകാശ് അങ്കിളുടെ വീട് അവരുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയല്ല, അവരുടെ നാട്ടിലെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയൊന്നും അല്ല. ഷീ ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ച്വറി എഗോ. പ്രകാശ് അങ്കിൾ എപ്പോഴാണ് അമേരിക്കയിലേക്ക് വന്നത്? ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ച്വറി എഗോ, അതായത് ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ ഒക്കെയാണ് പ്രകാശ് അങ്കിൾ നാട്ടിലേക്ക്, അതായത് അമേരിക്കയിലേക്ക് വന്നത്, നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നത്. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയ്മഡ് ആൻറ്റോനേറ്റ ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. അപ്പോൾ സ്പ്രിംഗ് ബ്രേക്ക്, വസന്തകാലം വന്നപ്പോൾ, ഒരു വസന്തകാലം ആകുമ്പോൾ അമേരിക്കയിലുള്ള ഒരു ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ അവളുടെ ക്ലാസ്സിൽ പുതിയൊരു കുട്ടി വന്നു. അവളുടെ പേരെന്താണ്? ആൻറ്റോനേറ്റ. അപ്പോൾ ആൻറ്റോനേറ്റ അഡ്മിഷൻ എടുത്തു കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ. ഷീ വാസ് ഫ്രം എ സിറ്റി കോൾഡ് മേഴ്സലേസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിലെ മേഴ്സലേസിൽ നിന്നാണ് ആൻറ്റോനേറ്റ വരുന്നത്. ഹർ മദർ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി. അപ്പോൾ അവളുടെ അമ്മ ഒരു വലിയൊരു കമ്പനിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണ്. ഷീ വാസ് ഗിവൻ എ ന്യൂ പ്രോജക്റ്റ് ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ അവളുടെ അമ്മയ്ക്ക് ന്യൂ ജേഴ്സിയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, ജോലി ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഫാമിലി ആയിട്ട് ന്യൂ ജേഴ്സിയിലേക്ക് വന്നത്, ഫ്രാൻസിൽ നിന്ന്. ആൻറ്റോനേറ്റ ആൻഡ് കുഞ്ഞിച്ചിരുത സൂൺ ബിക്കം ഫ്രണ്ട്സ്. അപ്പോൾ പിന്നീട് ആൻറ്റോനേറ്റയും കുഞ്ഞിച്ചിരുതയും പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രണ്ട്സായി. കുഞ്ഞിച്ചിരുത വാസ് അമ്യൂസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഹർ ക്ലാസ്മേറ്റ് ആൻഡ് ടീച്ചേഴ്സ് ഹാഡ് ട്രബിൾ പ്രൊനൗൺസിങ് ആൻറ്റോനേറ്റാസ് നെയിം ടു. അപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് ഒരു കാര്യം അതിശയം ഉണ്ടാക്കി, അതായത് അവളുടെ ക്ലാസ്മേറ്റ്സിനും ടീച്ചേഴ്സിനും ആൻറ്റോനേറ്റ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നതും പാടായിരുന്നു എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ആസ് ആൻറ്റോനെറ്റ്. അപ്പോൾ കുറേ പേരൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ആൻറ്റോനെറ്റ് എന്നൊക്കെയാണ് പ്രൊനൗൺസ് ചെയ്തത്. ബട്ട് കുഞ്ഞിച്ചിരുത ലേൺഡ് ഫ്രം ആൻറ്റോനേറ്റ ദാറ്റ് നെയിം ഔട്ട് ടു ബി പ്രൊനൗൺസ് ഓഥാങ്നെറ്റ്. പക്ഷേ കുഞ്ഞിച്ചിരുതയ്ക്ക് അവളുടെ നമ്മളൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻറ്റോനേറ്റ എന്നാണ്. അപ്പോൾ അവളുടെ ഈ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ആൻറ്റോനേറ്റ എന്നല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫ്രാൻസിൽ പ്രൊനൗൺസ് ചെയ്യുക? ഓങ്ടനെറ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കുഞ്ഞിച്ചിരുത ട്രൈ ടു സീ ഇൻ ദാറ്റ് വേ. അപ്പോൾ കുഞ്ഞിച്ചിരുതയും അതുപോലെ തന്നെ പറയാനായിട്ട് ശ്രമിച്ചു. She found her that to her surprise that she got it right after a few trials. അപ്പോൾ കുഞ്ഞിച്ചിരുത എന്താണ്, കുറച്ച് സമയം ട്രൈ ചെയ്തപ്പോൾ അവൾക്ക് ഇത് പറയാനായിട്ട് പറ്റി. She was equally surprised to find Antoinette pronouncing her name equally fairly well. അതായത് അപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്കും സന്തോഷം ഉണ്ടാക്കിയ കാര്യം, അതായത് അതിശയവും സന്തോഷമൊക്കെ ഉണ്ടാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ ആൻറ്റോനേറ്റയ്ക്കും അവളുടെ പേര് കുഞ്ഞിച്ചിരുത എന്ന പേര് വേഗം പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ്. എസ്പെഷ്യലി ദ അതായത് എല്ലാവർക്കും പ്രൊനൗൺസ് ചെയ്യാൻ പാടെന്ന് പറഞ്ഞത് എന്താണ്? ഈ കുഞ്ഞി എന്ന് പറഞ്ഞാൽ കുഞ്ഞിച്ചിരുത എന്നുള്ളതിൽ ഈ ഇഞ്ഞി എന്നുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അത് ആൻറ്റോനേറ്റ് നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്തു. ആൻറ്റോനേറ്റ വിസിറ്റഡ് കുഞ്ഞിച്ചിരുത അറ്റ് ഹർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. അപ്പോൾ ആൻറ്റോനേറ്റ കുഞ്ഞിച്ചിരുതയുടെ വീട്ടിലെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നു. അപ്പോഴോ
Kunisarita found to her amusement that Amma could not say Antoinette's name right. പക്ഷെ കുഞ്ഞിച്ചെറുതയുടെ അമ്മയ്ക്ക് ആൻറ്റോണറ്റ് എന്ന് പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ ഷീ ഹാഡ് ടു ബിക്കം ഹർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെൻറ്റ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചെറുതയുടെ അമ്മയ്ക്ക് ആൻറ്റോണറ്റ് എന്നെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുക എന്ന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഒരു ടീച്ചറായിട്ട് തന്നെ അങ്ങ് മാറി. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. നമ്മൾ ഓരോരുത്തരുടെ പേര് പഠിക്കുന്നതിനെ പറ്റിയും അങ്ങനെ പല പല വ്യക്തികളെ അറിയുന്നതിനെ പറ്റിയൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോമെൻറ്റ്സിൽ പോസ്റ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക്